സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മരിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത വരുന്ന മണിക്കൂറാണ്. വെനസ്വേലയിലെ ജനാധിപത്യ പോരാട്ടത്തിന് ഏകാധിപത്യ ഭരണത്തിൽ ജനങ്ങൾ കിരാത ഭരണത്തിന്റെ അധീനതയിൽ കഷ്ടപ്പെടുമ്പോൾ അവിടെ ജനാധിപത്യം കൊണ്ടുവരാൻ സന്ധിയില്ല പോരാട്ടം നടത്തിയ 10-17 വർഷത്തെ ഏകാധിപത്യ ഭരണത്തിനെതിരെ ജനാധിപത്യത്തിന്റെ സ്വരമുയർത്തിയ ധീരവനിത കയൻ ലേഡി മരിയ കൊറീന മച്ചാഡോയ്ക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. 2002 തുടങ്ങിയ ജനാധിപത്യ പോരാട്ടമാണ് 2012 നാഷണൽ അസംബ്ലിയിൽ മത്സരാർത്ഥിയായി ജയിച്ച് ജനപ്രതിനിധിയായി എത്തുന്നു. പിന്നീട് അങ്ങോട്ട് ജനാധിപത്യത്തിന് വേണ്ടി ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം, പ്രതിപക്ഷത്തെ സ്വരങ്ങൾ ഇല്ലാതാക്കുന്ന മുരീദയുടെ കടുത്ത ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള ധീര പോരാട്ടത്തിന് നൊബേൽ പുരസ്കാരത്തിന്റെ തെളിമ വന്നിരിക്കുന്നു, മികവ് വന്നിരിക്കുന്നു. അതേസമയം ട്രംപിന് നൊബേലില്ല എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ട്രംപ് അടക്കം സ്വയം പ്രഖ്യാപിച്ചിരുന്നു താൻ നൊബേലിന് അർഹനാണെന്ന്. അങ്ങനെ അർഹനാണെന്ന് എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിനെ നൊബേൽ സമ്മാനിക്കാതെ ഒരു നൊബേൽ വർഷം കൂടി കടന്നു പോകുന്നു. ഇപ്പോൾ പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ ചെയ്യുന്നു. പി ജെയിംസ്, ഈ ട്രംപിന് വേണ്ടി നോമിനേഷൻ കൊടുത്ത ഒരുപാട് സംഘടനകളുണ്ട്, രാജ്യങ്ങളുണ്ട്. അവിടെയെല്ലാം ഓരോ സമാധാന കരാർ ഉണ്ടാക്കുമ്പോഴും ട്രംപിന് സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ടായിരുന്നു, ട്രംപിന് കൃത്യമായ ലക്ഷണങ്ങളുണ്ടായിരുന്നു, കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമാധാനം കൊണ്ടുവരുന്ന ഒരാൾ സമാധാന നൊബേലിന് വേണ്ടി വാദിച്ച ഒരു കൗതുകം കൂടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടു. പി ജെയിംസ്. സുഹൈൽ, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാള് ഞാൻ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പ്രഖ്യാപിതനായിട്ടുള്ള ഒരു ജേതാവായിട്ട് വരിക. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഭരണാധികാരികളെ നിർബന്ധിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ചത് താനാണെന്ന് പാകിസ്ഥാനെ കൊണ്ട് പറയിച്ചു. ഇന്ത്യ ആണെങ്കിൽ അതിന് സമ്മതിച്ചില്ല. അതിൻ്റെ പേരിൽ ഇന്ത്യയോട് പിണങ്ങി പാകിസ്ഥാന്റെ അസീം മുനീർ അടക്കമുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ വിരുന്നു നൽകി. പാകിസ്ഥാൻ അദ്ദേഹത്തിന്റെ പേര് സമാധാനത്തിനുള്ള നൊബേൽ ഇതിന് നോമിനേറ്റ് ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെ വൈറ്റ് ഹൗസിലേക്ക് പറന്നെത്തിയത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ട്രംപിന്റെ പേര് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.